ഹലോ, അപ്പോൾ നമ്മൾ ചക്കരക്കുട്ടൻ്റെ മുടി മൊട്ടടിക്കാൻ വേണ്ടി പഴനി പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് നിന്ന് പഴനിക്ക് ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് പേരെന്നെ ഉള്ളൂ കേട്ടോ പോകാൻ. അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിനാട്ടേക്ക് എടുക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം നമുക്കുള്ള സീറ്റൊക്കെ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ ചക്കരക്കുട്ടനൊക്കെ ഇവിടെ സീറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് ബോധം വെച്ചിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവന് ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് ഫുള്ളും ഉണ്ട് കേട്ടോ മൂപ്പർക്ക്. അപ്പോഴൊക്കെ നമ്മളിതവിടെ സീറ്റിംഗ് ആയി നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെയിൻ മെല്ലെ മെല്ലെ മൂവായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴനിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതിന് മുന്നേ പോയിട്ടൊന്നുമില്ല. എന്താ പോണ വഴിക്ക് കുഞ്ഞു കുഞ്ഞു വീടുകളും ഒരുപാട് തോട്ടങ്ങളും, കൂടുതൽ എനിക്ക് തോന്നുന്നത് തെങ്ങും തോപ്പാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാനുള്ളത്. പിന്നെ ഒരു അടിപൊളി കാഴ്ച എന്നുള്ളത് ഇതാണ് കേട്ടോ, കാറ്റാടിപ്പാടം. എന്താ വിൻഡ് മില്ല് എന്നല്ലേ പറയുക, ആ സംഭവം ഇട്ടത്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ കാറ്റാടിപ്പാടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് അകലിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതായി തോന്നുള്ളൂ, അതിൻ്റെ അടുത്താണ് അത്രയും വലിപ്പമുണ്ടല്ലോ എന്ന് അറിയുകയാണ് കേട്ടോ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് കേട്ടോ. അങ്ങനെ എന്താ രണ്ടര മണിക്കൂറിന് ശേഷം നമ്മൾ പളനി എത്തിയിട്ടുണ്ട് കേട്ടോ. പളനി സ്റ്റേഷനിലെത്തി. ഇന്ന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബസ്സിനാണെങ്കിൽ ബസ്സിന്, അല്ലെങ്കിൽ ഓട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ചക്കരക്കുട്ടനും കൂടി റെഡിയായി നിൽക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നമ്മൾ ട്രെയിൻ താട്ടിൽ നിൽക്കണം. നമ്മൾ ഇറങ്ങി ട്രെയിൻ ഇങ്ങനെ മൂവ് ആവാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നേരെ ചെന്നൈക്കുള്ള ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ വെച്ച് നമ്മൾ 2-3 കുട്ടികളൊക്കെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ചക്കരക്കുട്ടന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവരെ വിട്ട് പോരുമ്പോൾ. അപ്പോൾ അവ അങ്ങനെ ഉമ്മ കൊടുക്കലും ടാറ്റ കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ട്രെയിൻ മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴത്തോട്ട് പോവുകയാണ്. ഇനി ഇവിടുന്ന് സ്റ്റേഷനിൽ താഴത്ത് ഇറങ്ങിയിട്ട് വേണം കേട്ടോ നമുക്ക് വണ്ടിയിൽ പോകാൻ. ഇവിടുന്ന് സ്റ്റേഷൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ പഴനിമലയുടെ അവിടേക്ക്. അപ്പോൾ നമ്മൾ കുതിരവണ്ടിയാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ എന്തായാലും വന്നില്ലേ, ഇവിടെയൊക്കെ വന്നാലേ ഇങ്ങനെയൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വിലയൊക്കെ ചോദിച്ചു ഉറപ്പിച്ചു. അങ്ങനെ ഒരു ഡീലിങ്ങിൽ എത്തിയതിന് ശേഷം നമ്മളിതിൽ കയറുകയാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ കുതിരവണ്ടി മൂവായിട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ അതിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളും ഇതേപോലെ പഴനിയൊക്കെ വരികയാണെങ്കിൽ 2 പേര് 3 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുതിരവണ്ടിയിൽ പോകാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ക്യാഷൊക്കെ പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ പോകാൻ, അല്ലെങ്കിൽ പണി പാളും. ഒരു പറയണ റേറ്റ് ഒന്നും ആവില്ല കേട്ടോ. അവിടെ എത്തിയെന്ന് ചിലപ്പോൾ നമ്മുടെ നിന്ന് ഒരുപാട് കാശ് മേടിച്ചെന്ന് വരാം. അപ്പം നമ്മൾ പറഞ്ഞു ഒരു 100 രൂപയുടെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ടോ നമുക്ക് ഓട്ടോയിൽ പോകാൻ നഷ്ടമാണ്. കാരണം ഒരുപാട് പേര് കയറാൻ പറ്റുന്ന ഒരു ഓട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല, ഒരുപാട് പേർക്ക് കയറാം. അപ്പോൾ നമ്മൾ ഈ 2 പേർക്കായിട്ട് അതിൽ കയറുമ്പോൾ നഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുതിരവണ്ടിയിൽ അങ്ങനെ ചൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാനും ചക്കരക്കുട്ടനും ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുക. ചക്കരയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പുറത്ത് പോകണവർക്കൊക്കെ ടാറ്റ എടുത്തുകൊണ്ട് എന്താ പറയുക, അവന് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ വണ്ടിയിൽ പോകാൻ. കാരണം ഇങ്ങനെ ഇത്രയും അടുത്ത് റോട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, പിന്നെ ഇങ്ങനെ കാലൊക്കെ പുറത്തേക്കിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പഴനിമലയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് ഇനി റൂം എടുത്തതിൻ്റെ ശേഷം വീഡിയോ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ ഒരു റൂം എടുത്തിട്ട് അത്യാവശ്യം ചെറിയൊരു റൂം തന്നെയാണ് കേട്ടോ. നമുക്ക് 2 പേർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ഒരു രാത്രിയല്ലേ വേണ്ടുള്ളൂ. പിറ്റേ ദിവസം നമ്മൾ പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു റൂം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ബാലമുരുകൻ കോട്ടേജ് പറഞ്ഞിട്ടുള്ള കോട്ടേജിൽ നിന്നാണ് കേട്ടോ റൂം. ബാക്കിയുള്ളടത്തൊക്കെ പോയപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ മാത്രം റേറ്റ് കുറവായിട്ട് കിട്ടി. പിന്നെ നമ്മളിതാ നൈറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണെന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ എല്ലാ ഭാഗത്തൊന്നും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തട്ടുകട പോലെ ഇവരിങ്ങനെ റോഡ് സൈഡിൽ വിൽക്കണതാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലി ദോശയൊക്കെ കേട്ടോ ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇവിടെ നിന്നായിട്ട് നമുക്ക് കുറച്ച് ഹൈജീനായിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ നാളെ ആയിട്ടോ വീഡിയോ എടുക്കുള്ളൂ. അങ്ങനെ ഇതാ രാവിലെ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചക്കര മുടി ഒന്ന് മൊട്ടടിച്ചിട്ട് വരാൻ വിചാരിക്കുകയാണ്. അപ്പോൾ തിരക്കുണ്ടാവില്ലെന്ന് നമുക്കറിയില്ല. പുലർച്ചെ ആയിട്ട് നേരമൊക്കെ വെളുക്കണേ ഉള്ളൂ കേട്ടോ. ചക്കരനെ കുളിപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അവനെ കുളിപ്പിക്കാതെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. പിന്നെ എന്തായാലും മൊട്ടടിച്ചാൽ കുളിക്കണമല്ലോ.
അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ ചായ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോയാൽ മതിയോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്തായാലും തിരക്കില്ല തോന്നുന്നുണ്ട്. അപ്പോൾ വേഗം മുട്ടടിച്ചിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വിചാരിക്കുകയാണ്. കാരണം അത്രയും മല കയറി വരുമ്പോഴേക്കും നമ്മൾ നല്ല ക്ഷീണിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് കഴിക്കണം. അപ്പോൾ മുടി എടുക്കണതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് തന്നെ മുടി എടുക്കണം, പ്രൈവറ്റായിട്ട് എടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. വലിയ തിരക്കൊന്നുമില്ല. ഉള്ളിൽ കയറിയിട്ട് ഇതിപ്പോൾ പുറത്ത് ആൾക്കാർ നിൽക്കേണ്ടത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടൻ ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടി ടോക്ക് എടുക്കണം ആദ്യക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. തിരക്കൊന്നുമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് പുറത്ത് പിന്നെ കഴിഞ്ഞ് ഇറങ്ങിയവർ നിൽക്കണതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ടോക്കൺ എടുത്തതിൻ്റെ ശേഷം ഉള്ളിൽ കയറാൻ നോക്കണേ. അപ്പോൾ ടോക്കനെ കിട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം മുടി അടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ സീറ്റും എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഇന്ന ആളുടെ അടുത്താണെന്നൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് മുട്ടടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുട്ടടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബ്ലേഡും കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ആൾക്കാർ കച്ചവടത്തിന് വേണ്ടിയിട്ട് ബ്ലേഡ് കൊണ്ടുപോകണം, അത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പിടിപ്പിക്കാൻ നോക്കും കേട്ടോ. പക്ഷെ നമ്മളതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ വാങ്ങിക്കാനോ പിടിക്കാനോ അവരുടെ അടുത്ത് നിൽക്കാനൊന്നും വേണ്ട കേട്ടോ. നല്ല തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് അവിടെ വന്ന് ചക്കര മുടി ഇങ്ങനെ വടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അധികം അവൻ കരയും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ മുടി തുറന്നവർ അവന് ഇഷ്ടമല്ല ആരും തൊടണ തന്നെ. പക്ഷെ ഇപ്പം എന്താണ് അവൻ നല്ല സുഖത്തിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇവിടെ വന്നപ്പോൾ നല്ല ചൂട് തലയിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുടി വടിക്കുമ്പോൾ സുഖമായിട്ട് തോന്നുന്നു. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കരച്ചിൽ കാണുമ്പോൾ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് കരയും. കാരണം അപ്പുറത്തിരിക്കുന്ന ആൾ കരയുമ്പോൾ എന്തായാലും ഇവർക്ക് കരച്ചിൽ വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. ചക്കരയും കരച്ചിൽ തുടങ്ങി. പിന്നെ ഞാൻ മുടിയൊക്കെ വടിക്കൽ കഴിഞ്ഞപ്പോൾ ദക്ഷിണ കൊടുക്കാൻ 100 രൂപയുടെ ദക്ഷിണ ഇവിടെ കൊടുക്കേണ്ടുള്ളൂ. പക്ഷെ മൂപ്പരാൾക്ക് ഒരു 100 രൂപയുടെ എക്സ്ട്രാ വേണം പറയുകയാണ്. അപ്പോൾ അതെന്തായാലും കൊടുത്തില്ല. കാരണം ദക്ഷിണ നമ്മൾ 100 രൂപ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഷീട്ടാക്കണോടത്ത് ഇവിടെ കൊടുത്തു കേട്ടോ, മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമുക്ക് എന്തായാലും വേറെ ടോക്കൺ എടുക്കണം മേലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. കാരണം പെണ്ണുങ്ങൾ മുടി മുട്ടടിച്ചാൽ മാത്രം 3 ആൾക്കാർക്ക് ഈ ഒരു ടോക്കണിൽ കയറാൻ പറ്റും. പക്ഷേ ആണുങ്ങൾ മുട്ടടിച്ചുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ എടുക്കണം. അപ്പോൾ മുട്ട എടുക്കൽ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നമുക്ക് കുളിക്കേണ്ട സ്ഥലം നോക്കി നിൽക്കുമ്പോൾ അവിടെയുള്ള ആൾ പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്കരേനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ചക്കരേനെ ഞാൻ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ നിൽക്കണ 2-3 ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് എന്നോട് ക്യാഷ് ചോദിച്ചിരുന്നുണ്ട്. അപ്പോൾ ക്യാഷൊന്നും കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ഓരോരുത്തരും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വരുന്നു കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി മുട്ടയമ കുറച്ച് ചന്ദനം പൂശണമല്ലോ, അതാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ അങ്ങനെ ഈ ഒരാളുടെ അടുത്ത് വന്നു ചന്ദനം പൂശാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എത്ര നമ്മുടെയൊക്കെ ഉള്ളിച്ച് അത് ദക്ഷിണയായിട്ട് കൊടുത്താൽ മതിയിട്ട് അത് പൂശി തരണേന്. അപ്പോൾ നമ്മളത് കൂടി ചെയ്തിട്ടുണ്ട്. ഒരു 10-20 രൂപ നമ്മൾ അവിടെയും കൊടുത്തു കേട്ടോ. കാരണം അത്ര കൊടുത്താൽ മതി ഇവർക്ക്. കാരണം ഇതിപ്പോൾ പ്രൈവറ്റായിട്ട് ഇവരിങ്ങനെ നിൽക്കണതല്ലേ. അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെയൊക്കെ ഉള്ളത് അവിടെ വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തു. ചിരിച്ചേ ടാറ്റ. ബോബുവിനാണ് ടാറ്റ കൊടുക്കണത്. അങ്ങനെ കുഞ്ഞുവിൻ്റെ മുടിയും എടുത്തൂല കുഞ്ഞാ. നമ്മൾ ആദ്യമായിട്ടാണ് ചക്കര മുടി എടുക്കുന്നത്. പഴനി മുട്ട നമ്മൾ നേർന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് നമുക്ക് വരാൻ പറ്റാതെയായിട്ട്. ഇത് നമ്മൾ എവിടുന്നായിരുന്നു ചിരിച്ചു കുഞ്ഞാ. ഓക്കെ, ഇന്ന് നമ്മൾ എവിടെയും ഫുഡ് ഓക്കെ ഫുഡ് കഴിച്ചിട്ട് ഇന്നലെ നൈറ്റ് കുറച്ച് എന്താ പറയുക ഇഡ്ഡലി കഴിക്കുക. കാരണം ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അമ്പൂർ അവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോവാം, മേലേക്ക് കയറണുള്ളൂ കേട്ടോ. എന്തോ ഒരു സംഭവം കൊട്ടിപ്പാടി വരുന്നുണ്ട് കേട്ടോ. ഹോട്ടലൊക്കെ തുറക്കണുള്ളൂ. എവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുക. എന്താ സംഭവം?
പോയി നോക്കാം. തുറന്നുകൊണ്ടാണോ ഓക്കെ എവിടുന്നേലും എന്തെങ്കിലും കഴിച്ചാൽ മതി. ഇതാ ഇവിടെ ഒരു കട, ചായ ഒക്കെ കാണാണ്ട്. വൃത്തിയുണ്ടെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല, കഴിക്കാൻ വിശപ്പ് ചെയ്യാം. ഇവിടെ ഒരു ടീ സ്റ്റാൾ കാണിക്കുക. ഇവിടെ എന്താ ചോദിച്ചോക്കാം. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കാണുമ്പോൾ തിന്നാൻ വയ്യ, വേണ്ട, വേറെ നോക്കി നോക്കാം. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു ടീ സ്റ്റാളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് വൃത്തിയുള്ളത് തോന്നി. അപ്പോൾ അങ്ങനെ 2 വടയും ഒരു പാൽച്ചായയും ഒരു പലവെള്ളമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചക്കരക്കുട്ടന് ഇതിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പാല് വെള്ളം എനിക്കാണ് കേട്ടോ, ഞാൻ ചായ കുടിക്കാത്ത കാരണം. പിന്നെ നമ്മൾ നടന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പോരുകയാണ് കേട്ടോ, മല കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്ന് ഇങ്ങോട്ട് പോരുകയാണേ. 50 എത്ര വേണ്ട, ഒരു മുഴത്തിന് എത്ര? 30 മതി. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ മുടിയൊക്കെ പോയി, ആ കുറച്ച് മുടിയുള്ളൂ കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് പൂവാണ് വാങ്ങിച്ചത്. അങ്ങനെ മുല്ലപ്പൂൻ്റെ പൊടി മാറി. എങ്ങനെ വെക്കുക? ആ ഫുള്ള് സെറ്റപ്പാ. മുല്ലപ്പൂ വെച്ചിട്ടും കണ്ടോ? നടന്നോ. அன்பான வணக்கம். விரைவாக அழைத்து சென்று சுவாமி தரிசனம் செய்யலாம் என்று தங்களை இடைமறிக்கும் இடைத்தரகர்கள் மற்றும் ஏமாற்று பிரிவினரிடம் பக்தர்கள் பணத்தை கொடுத்து ஏமாற வேண்டாம். திருக்கோயிலுக்கென எந்த ஒரு கைடு மற்றும் வழிகாட்டி கிடையாது என்ற விவரம் அன்புடன் தெரிவித்துக் கொள்ளப்படுகின்றது. மேலும் അപ്പം നമ്മളിനി ചെരുപ്പ് ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഇത് ദേവസ്വത്തിൻ്റെ തന്നെയാണ്, ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേരെ ചെരുപ്പ് തന്നെ ഉള്ളൂ. ചക്കര ചെരുപ്പ് നമ്മൾ റൂമിൽ തന്നെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചടുത്ത് ചെരുപ്പ് കൊടുക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ കേട്ടോ, കാരണം അതിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പറിനനുസരിച്ച് നമ്മുടെ ചെരുപ്പ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. എന്നിപ്പോൾ ഈ നമ്പർ കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ചെരുപ്പ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ ഫോൺ വെക്കാനാണ്. ഈ ഒരു വർഷം മുതലേക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ മുകളിലേക്ക്. അപ്പോൾ ഫോൺ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഫോണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇനി വീഡിയോസ് ഒന്നും എടുക്കില്ല കേട്ടോ. അപ്പം ഇനി നമ്മൾ മല കയറി വന്നതിന് ശേഷമുള്ള വീഡിയോ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ആ ഫോൺ വെക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ചേട്ടാ ഇവിടെ ഫോൺ വെക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ് നമ്മൾ മല കയറുകയാണ്. അങ്ങനെ മലയൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചക്കരക്കുട്ടിനൊക്കെ ആയിട്ട് നമ്മൾ റൂമിലേക്ക് വന്ന് കേട്ടോ. അവനുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്പറു കാണിച്ചെന്നെ നോട്ടെ. അമ്പറുവിടെ തുണി മേടിച്ച അമ്പറുവിടെ. അമ്പറു ഇനി പാപ്പ് തിന്നെയാ? ഇതിന് പാപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ റൂം വെക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോവുകയാണേ. ഒരു 12 മണിയൊക്കെ 11 മണിയാവുന്നു. നമ്മൾ ഇവിടുന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അവന് സാധനങ്ങളൊക്കെ എടുത്തുവച്ചു. ഈ ഒരു ബാഗിലുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി ബസ്സിന് പോകാമെന്ന് വിചാരിക്കുക. ഇനി ബസ്സിന് പോകാമെന്നാട്ടോ വിചാരിക്കണത്. ട്രെയിന് എപ്പോഴും ഉണ്ടാവുക? വൈകുന്നേരത്തല്ലേ ഉണ്ടാവുള്ളൂ. ട്രെയിന് വൈകുന്നേരത്തെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിന് പോകാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തുള്ള പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.